നമസ്കാരം. ജ്യോതിഷത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം. ഭാരതീയ ജ്യോതിഷത്തിലെ 27 നക്ഷത്രങ്ങളിൽ 5-ാമത്തേതായ മകയിരം ആകാശമണ്ഡലത്തിലെ തന്നെ ഏറ്റവും മനോഹരവും തത്വചിന്താപരവുമായ നക്ഷത്ര സമൂഹങ്ങളിൽ ഒന്നായി പരിഗണിക്കപ്പെടുന്നു. മൃഗശീർഷം എന്ന സംസ്കൃത പദത്തിൽ നിന്ന് ഉത്ഭവിച്ച ഈ നക്ഷത്രം മാനിന്റെ തല എന്നാണ് അർത്ഥമാക്കുന്നത്. ഈ പ്രതീകം സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഒരു മാനിനെ പോലെ എപ്പോഴും ജിജ്ഞാസയോടെയും ശ്രദ്ധയോടും കൂടി പുതിയ കാര്യങ്ങളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവമാണ് ഈ നക്ഷത്രത്തിൽ ജനിച്ചവർക്കുള്ളത്. ജ്യോതിഷപരമായി ചൊവ്വ അധിപനായി വരുന്ന ഈ നക്ഷത്രം രാശിചക്രത്തിലെ ഇടവം, മിഥുനം എന്നീ 2 രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നു. മകയിര നക്ഷത്രത്തിന്റെ ജ്യോതിഷപരവും സംഖ്യാശാസ്ത്രപരവുമായ സവിശേഷതകളും ഭാഗ്യസംഖ്യകൾ, അധിപന്മാർ, അനുയോജ്യമായ നിറങ്ങൾ, ദിവസങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള ഒരു വിശകലനമാണ്. മകയിര നക്ഷത്രത്തിന്റെ അധിപൻ ചൊവ്വയാണ്. ചൊവ്വ ഊർജത്തിന്റെയും ധൈര്യത്തിന്റെയും പോരാട്ട വീര്യത്തിന്റെയും ഗ്രഹമായി അറിയപ്പെടുന്നു. ഈ നക്ഷത്രത്തിന്റെ ദേവത സോമൻ അഥവാ ചന്ദ്രനാണ്. ചന്ദ്രൻ അമൃതിന്റെയും മനസ്സിന്റെയും ആനന്ദത്തിന്റെയും പ്രതീകമാണ്. പുരാണങ്ങൾ പ്രകാരം ദേവന്മാർക്ക് അമൃത് പകർന്നു നൽകുന്ന സോമൻ മകയിര നക്ഷത്രക്കാർക്ക് ശാന്തതയും വിവേകവും നൽകുന്നു. ചൊവ്വയുടെ തീക്ഷ്ണമായ ഊർജവും ചന്ദ്രന്റെ ശീതളമായ ജിജ്ഞാസയും ഒത്തുചേർന്നതാണ് മകയിര നക്ഷത്രത്തിന്റെ കാതൽ. മകയിര നക്ഷത്രം രാശിചക്രത്തിൽ 23 ഡിഗ്രി 20 മിനിറ്റ് മുതൽ 6 ഡിഗ്രി 40 മിനിറ്റ് മിഥുനം വരെയാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഈ വിഭജനം മകയിര നക്ഷത്രക്കാരുടെ സ്വഭാവത്തിൽ സവിശേഷമായ വൈവിധ്യം കൊണ്ടുവരുന്നു. ഇതിന്റെ ആദ്യ 2 പാദങ്ങൾ ഇടവൻ രാശിയിലും അവസാന 2 പാദങ്ങൾ മിഥുനൻ രാശിയിലുമാണല്ലോ. ഇടവൻ രാശിയുടെ അധിപൻ ശുക്രനും മിഥുനൻ രാശിയുടെ അധിപൻ ബുധനുമാണ്. അതിനാൽ മകയിര നക്ഷത്രക്കാരിൽ ചൊവ്വയുടെ ഊർജ്ജത്തോടൊപ്പം തന്നെ ശുക്രന്റെ സൗന്ദര്യാസരണ ശേഷിയും ബുധന്റെ ബുദ്ധിപരമായ ചടുലതയും സമന്വയിപ്പിച്ചിരിക്കുന്നു. സംഖ്യാശാസ്ത്രപ്രകാരം ഓരോ ഗ്രഹത്തിനും നക്ഷത്രത്തിനും ഓരോ സംഖ്യകൾ നിശ്ചയിച്ചിട്ടുണ്ട്. മകയിര നക്ഷത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യസംഖ്യ 9 ഇത് നക്ഷത്രത്തിന്റെ അധിപനായ ചൊവ്വയെ പ്രതിനിധീകരിക്കുന്നു. എന്നിരുന്നാലും മകയിര നക്ഷത്രം ഉൾപ്പെടുന്ന രാശികളും അവയുടെ അധിപന്മാരെ അടിസ്ഥാനത്തിൽ ചില സംഖ്യകളും ഇവർക്ക് നിർണായകമാണ്. മകയിര നക്ഷത്രക്കാർക്ക് പൊതുവെ 9, 6, 5 എന്നീ സംഖ്യകൾ ജീവിതത്തിലെ വിവിധ ഘട്ടങ്ങളിൽ ഗുണകരമായി ഭവിക്കുന്നു. സംഖ്യാശാസ്ത്രപരമായ ഈ ബന്ധങ്ങൾ നക്ഷത്രം ചൊവ്വ, ഭാഗ്യസംഖ്യ 9, സ്വാധീന മേഖല, ഊർജം, ധൈര്യം, നിശ്ചയദാർഢ്യം. ഇടവൻ രാശിയിൽ ശുക്രൻ, ഭാഗ്യസംഖ്യ 6, സ്നേഹം, ഐശ്വര്യം, കലകൾ. മിഥുനൻ രാശി ബുധൻ, ഭാഗ്യസംഖ്യ 5, ബുദ്ധി, ആശയവിനിമയ, അറിവ്. നക്ഷത്ര ദേവത ചന്ദ്രൻ, ഭാഗ്യസംഖ്യ 2, മനസ്സ്, ശാന്തത, അവബോധം എന്നിവയും. ന്യൂമറിക്കൽ പൊട്ടൻസി നോക്കുമ്പോൾ ഭാഗ്യസംഖ്യ 5, വൈജ്ഞാനിക ശേഷി, വേഗത. ഈ സംഖ്യകളിൽ 9 എന്ന സംഖ്യയാണ് ഏറ്റവും ശക്തമായ സ്വാധീനം ചെലുത്തുന്നത്. ചൊവ്വയുടെ നിയന്ത്രണത്തിലുള്ള ഈ സംഖ്യ മകയിര നക്ഷത്രക്കാർക്ക് അചഞ്ചലമായ മനസ്സും പോരാട്ട വീര്യവും നൽകുന്നു. ഇവർക്ക് ഭരണരംഗത്തും സൈനിക സേവനങ്ങളിലും കായിക മേഖലകളിലും തിളങ്ങാൻ ഈ സംഖ്യയുടെ സ്വാധീനം സഹായിക്കുന്നു. സംഖ്യാശാസ്ത്രത്തിൽ 9 ഒരു പൂർണ്ണ സംഖ്യയാണ്. ചൊവ്വയുടെ ഗുണങ്ങളായ ആത്മവിശ്വാസം, സഹിഷ്ണുത, ലക്ഷ്യബോധം എന്നിവ ഈ സംഖ്യയുടെ സ്വാധീനത്തിൽ വർദ്ധിക്കുന്നു. 9, 18, 27 എന്നീ തീയതികളിൽ ജനിച്ചവർക്കും മകയിര നക്ഷത്രക്കാർക്കും ഈ ഗുണങ്ങൾ പ്രകടമായിരിക്കും. ഇവർ പുറമെ പരുക്കന്മാരായി തോന്നുമെങ്കിലും ഉള്ളിൽ മൃദുവായ ഹൃദയമുള്ളവരായിരിക്കും. എങ്കിലും ഈ സംഖ്യയുടെ ഊർജ്ജം നിയന്ത്രിച്ചില്ലെങ്കിൽ ഇത് മുൻകോപത്തിലേക്കും പെട്ടെന്നുള്ള പൊട്ടിത്തെറികളിലേക്കും നയിക്കാം. മകയിര നക്ഷത്രം ഉൾപ്പെടുന്ന 2 രാശികൾക്കും വ്യത്യസ്ത ഭാഗ്യസംഖ്യകളാണുള്ളത്. ഓരോ രാശിയുടെയും അധിപഗ്രഹങ്ങൾ ആ രാശിയുടെ സംഖ്യാശാസ്ത്രപരമായ സ്വഭാവം നിർണ്ണയിക്കുന്നു. ഇടവൻ രാശി മകയിര നക്ഷത്രത്തിന്റെ 1, 2 പാദങ്ങൾ ഇടവൻ രാശിയിലാണ്. ശുക്രനാണ് ഈ രാശിയുടെ അധിപൻ. അതിനാൽ 6 എന്ന സംഖ്യ ഈ വിഭാഗക്കാർക്ക് അതീവ ഭാഗ്യദായകമാണ്. ശുക്രൻ സ്നേഹത്തിന്റെയും ആർഭാടത്തിന്റെയും കലകളുടെയും ഗ്രഹമാണ്. ഭാഗ്യസംഖ്യകൾ 6, 2, 5, 15, 24, 33, 42. സവിശേഷത 6 എന്ന സംഖ്യയുടെ സ്വാധീനം സാമ്പത്തികമായ സ്ഥിരതയും കുടുംബജീവിതത്തിൽ സമാധാനവും നൽകുന്നു. വീട് നിർമ്മാണം, കലാരംഗം, ബിസിനസ് എന്നിവയ്ക്ക് ഈ സംഖ്യ ഗുണകരമാണ്. നിർഭാഗ്യ സംഖ്യകളായി കാണുന്നത് 8, 4 എന്നിവ ഈ രാശികൾക്ക് വെല്ലുവിളികൾ ഉയർത്താൻ സാധ്യതയുള്ള സംഖ്യകളാണിത്. മിഥുനൻ രാശി മകയിര നക്ഷത്രത്തിന്റെ 3, 4 പാദങ്ങൾ മിഥുനൻ രാശിയിലാണ്. ബുധനാണ് ഈ രാശിയുടെ അധിപൻ. ബുദ്ധി, യുക്തി, ആശയവിനിമയം എന്നിവയെ പ്രതിനിധീകരിക്കുന്ന 5 എന്ന സംഖ്യ ഇവർക്ക് ഭാഗ്യം കൊണ്ടുവരുന്നു. ഭാഗ്യസംഖ്യകൾ 5, 3, 7, 13, 14, 23 എന്നിവയാണ്. പുതിയ കാര്യങ്ങൾ പഠിക്കാനും യാത്ര ചെയ്യാനും ഈ സംഖ്യ ഇവരെ സഹായിക്കുന്നു. വിപണനം, എഴുത്ത്, അധ്യാപനം എന്നീ മേഖലകൾ വിജയിക്കാൻ 5ന്റെ സ്വാധീനം ആവശ്യമാണ്. ചൊവ്വയുടെ 9ഉം ബുധന്റെ 5ഉം തമ്മിൽ ജ്യോതിഷപരമായി സൗഹൃദത്തിലായതിനാൽ
മകര നക്ഷത്രക്കാർക്ക് ബുദ്ധിപരമായ കാര്യങ്ങളിൽ ധീരമായ തീരുമാനങ്ങൾ എടുക്കാൻ എളുപ്പത്തിൽ സാധിക്കുന്നു. എന്നാൽ ശുക്രനും ചൊവ്വയും തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ വൈകാരികമായ സംഘർഷങ്ങൾക്ക് കാരണമാകാനിടയുണ്ട്. ജ്യോതിഷമനുസരിച്ച് അനുകൂലമായ സമയങ്ങളും നിറങ്ങളും തിരഞ്ഞെടുക്കുന്നത് തടസ്സങ്ങൾ ഒഴിവാക്കാൻ സഹായിക്കുന്ന ഘടകങ്ങളാണ്. മകര നക്ഷത്രക്കാർക്ക് ചൊവ്വയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗ്യ ദിവസം. ചൊവ്വ നക്ഷത്രാധിപനായതിനാണ് ഇത്. കൂടാതെ തിങ്കൾ, ബുധൻ, വെള്ളി എന്നീ ദിവസങ്ങൾ ഇവർക്ക് ശുഭകരമായി കാണുന്നുണ്ട്. ചൊവ്വ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാനും പുതിയ സംരംഭങ്ങൾ തുടങ്ങാനും ഉത്തമമാണ്. പഠനം, ആശയവിനിമയം, ബിസിനസ്, യാത്രകൾ എന്നിവയ്ക്ക് അനുയോജ്യം. അത് ബുധനാഴ്ചയാണ്. വെള്ളി കുടുംബകാര്യങ്ങൾക്കും വിവാഹ ബന്ധങ്ങൾക്കും തീരുമാനങ്ങൾക്കും നല്ലതാണ്. നിർഭാഗ്യ ദിവസങ്ങളായി കാണുന്നത് ശനിയാഴ്ചയും ഞായറാഴ്ചയും ആണ്. തടസ്സങ്ങൾ ഉണ്ടാകുന്നതായി കാണപ്പെടുന്നത് ഈ ദിവസങ്ങളാണ്. ശനിയാഴ്ചകളിൽ വലിയ സാമ്പത്തിക ഇടപാടുകൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. മകര നക്ഷത്രക്കാർക്ക് വെള്ളിയും ചാരനിറവുമാണ് ഏറ്റവും അനുയോജ്യമായ നിറങ്ങൾ. ഇത് നക്ഷത്ര ദേവതയായ ചന്ദ്രന്റെയും ബുധന്റെയും സ്വാധീനത്തെ സൂചിപ്പിക്കുന്നു. ചൊവ്വയുടെ പ്രീതിക്കായി ചുവപ്പ്, പിങ്ക് നിറങ്ങളും ഇവർക്ക് ഉപയോഗിക്കാം. കറുപ്പ്, കടുന്നീല നിറങ്ങൾ ഇവർക്ക് മാനസികമായ മടുപ്പോ പ്രതികൂലമായ ഊർജ്ജമൊക്കെ നൽകാൻ സാധ്യതയുണ്ട്. മകര നക്ഷത്രക്കാർക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കാൻ യോഗമുള്ളവരാണ്. ഗവേഷണം, ശാസ്ത്രം, തത്വചിന്ത തുടങ്ങിയ മേഖലകൾ ഇവർക്ക് ശോഭിക്കാനാകും. ഇവർക്ക് സംഗീതത്തിലും കലകളിലും ജന്മന താല്പര്യവും ഉണ്ടാകും. തൊഴിൽ മേഖലയിൽ ഇവർ എപ്പോഴും സജീവമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. എഴുത്തും പത്രപ്രവർത്തനവും മിഥുനൻ രാശിയുടെ സ്വാധീനം ഇവരെ മികച്ച കഥാകാരന്മാരും പത്രപ്രവർത്തനമാക്കുന്നു. ഗവേഷണം, പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അത് കണ്ടെത്താനുമുള്ള ഇവരുടെ താല്പര്യം ശാസ്ത്രീയമായ ഗവേഷണങ്ങളിൽ ഇവരെ മുൻനിരയിലെത്തുന്നു. ഭരണം, പോലീസ്, പ്രതിരോധ സേനകൾ, ഭരണനിർവഹണം എന്നീ മേഖലകളിൽ ചൊവ്വയുടെ ഊർജ്ജം ഇവരെ സഹായിക്കുന്നുണ്ട്. കല, സംഗീതം, അഭിനയം, നൃത്തം എന്നിവയിൽ ഇവർക്ക് മികച്ച കഴിവ് പ്രകടിപ്പിക്കാൻ സാധിക്കുന്നതാണ്. സാമ്പത്തികമായി നോക്കിയാൽ 32 വയസ്സ് വരെ ജീവിതത്തിലെ പല വെല്ലുവിളികളും ഇവർക്ക് നേരിടേണ്ടി വന്നേക്കാം. എന്നാൽ 33നും 50 വയസ്സിനും ഇടയിലുള്ള ഈ കാലയളവ് ഇവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുവർണകാലമായിരിക്കും. മറ്റുള്ളവർക്ക് മികച്ച സാമ്പത്തിക ഉപദേശങ്ങൾ നൽകുമെങ്കിലും സ്വന്തം കാര്യത്തിൽ അത് നടപ്പിലാക്കാൻ പലപ്പോഴും ഇവർക്ക് ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. മകര നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതം പൊതുവെ സന്തോഷകരമായിരിക്കും. എങ്കിലും ഇവരുടെ സംശയാലുവായ സ്വഭാവം ചെറിയ തർക്കങ്ങൾക്കും കാരണമാകും. പങ്കാളിക്ക് ആവശ്യമായ സ്വാതന്ത്ര്യം നൽകുന്നത് ബന്ധം ഊഷ്മളമാക്കാൻ സഹായിക്കും. പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നവരും ഉത്തരവാദിത്ത ബോധമുള്ളവരും ആയിരിക്കും. എന്നാൽ സുഹൃത്തുക്കളിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ വഞ്ചിക്കപ്പെടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കേണ്ടതാണ്. സ്ത്രീകൾ കുടുംബകാര്യങ്ങളിൽ അതീവ താല്പര്യമുള്ളവരും ബുദ്ധിശാലികളുമായിരിക്കും. ഇവർക്ക് ആഭരണങ്ങളോടും ആഡംബര വസ്ത്രങ്ങളോടും പ്രത്യേക മമതയും ഉണ്ടാകും. വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങൾ അശ്വതി, തിരുവാതിര, പൂയം, അനിഴം, പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി എന്നിവയാണ്. മകര നക്ഷത്രക്കാർക്ക് ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് മലബന്ധം, വയറുവേദന തുടങ്ങിയ അസ്വസ്ഥതകൾ. കൂടാതെ തോളുകൾക്ക് ചുറ്റുമുള്ള വേദന, പരിക്കുകൾ, മുറിവുകൾ എന്നിവ ശ്രദ്ധിക്കുക. സ്ത്രീകൾക്ക് തൈറോയിഡ്, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, ശരീരവേദന എന്നിവ ഉണ്ടാകാൻ സാധ്യതയുള്ള പതിവ് ആരോഗ്യ പരിശോധനകൾ ആവശ്യമാണ്. മാനസിക അശാന്തി കുറയ്ക്കുന്നതിനായി ധ്യാനം, യോഗ എന്നിവ പരിശീലിക്കുന്നത് ഗുണമാകും. ചൊവ്വയുടെ പ്രീതിക്കായി മുരുകനെയോ ഹനുമാനെയോ ഭജിക്കുക. ചന്ദ്രന്റെ പ്രീതിക്കായി ശിവനെയും ചന്ദ്രനെ ആരാധിക്കുന്നത് മനസ്സിന് സമാധാനം നൽകും. ഏതൊരു പുതിയ കാര്യവും തുടങ്ങാൻ 9, 18, 27 എന്നീ തീയതികൾ തിരഞ്ഞെടുക്കുക.